ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്ഡിച്ചു ജലവൈദ്യുത പദ്ധതി ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭൂട്ടാൻ. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്ഡിച്ചു ജലവൈദ്യുത പദ്ധതി ഭൂട്ടാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭൂട്ടാനിലാണ് ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്ഡിച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് സൂററ്റ്. അപ്പോൾ സൂറത്തിലാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പദ്ധതി ആരംഭിച്ചത് സൂറത്തിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഏത് ഇന്ത്യൻ നഗരത്തിനാണ് 2023 യുനെസ്കോ സംഗീത നഗരം എന്ന പദവി നൽകിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗ്വാളിയർ. അപ്പോൾ ഗ്വാളിയർ നഗരത്തിനാണ് 2023 യുനെസ്കോ സംഗീത നഗരം എന്ന പദവി നൽകിയത്. അപ്പോൾ 2023 യുനെസ്കോ സംഗീത നഗരം എന്ന പദവി നൽകിയത് ഗ്വാളിയറിനാണ്. അടുത്ത ചോദ്യം. 2022 ജൂലൈയിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ അസോസിയേറ്റ് അംഗത്വം ലഭിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദക്ഷിണ കൊറിയ. 2022 ജൂലൈയിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ അസോസിയേറ്റ് അംഗത്വം ലഭിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത ദക്ഷിണ കൊറിയയാണ്. ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കംബോഡിയ, ഐവറി കോസ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ 2022 ജൂലൈയിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ അസോസിയേറ്റ് അംഗത്വം ലഭിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കംബോഡിയ, ഐവറി കോസ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 53 വർഷം ഏതു നിയോജക മണ്ഡലത്തെയാണ് നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പുതുപ്പള്ളി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 53 വർഷം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെയാണ് നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തത്. അപ്പോൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 53 വർഷം നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഗോത്രവർഗത്തിൽപ്പെട്ടവർ മാത്രം അഭിനയിച്ച ആദ്യ ചലച്ചിത്രമായ ധബാരി കുരുവി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രിയനന്ദനൻ. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഗോത്രവർഗത്തിൽപ്പെട്ടവർ മാത്രം അഭിനയിച്ച ആദ്യ ചലച്ചിത്രമായ ധബാരി കുരുവി സംവിധാനം ചെയ്ത് പ്രിയനന്ദനാണ്. അപ്പോൾ പ്രിയനന്ദനാണ് 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഗോത്രവർഗത്തിൽപ്പെട്ടവർ മാത്രം അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രമായ ധബാരി കുരുവി സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ എ ആണ് എസ് സോമനാഥ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഉന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2021 ഈ പുരസ്കാരം ലഭിച്ചത് ചുവടെ നൽകിയവരിൽ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വഹീദ റഹ്മാൻ. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഉന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2021 ഈ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാനാണ്. അപ്പോൾ വഹീദ റഹ്മാനാണ് 2021 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2021 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് വഹീദ റഹ്മാനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2022 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയവരും അവരുടെ കായിക ഇനങ്ങളും നൽകിയിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. നിഖാത് സരീൻ ബോക്സിംഗ്, ലക്ഷ്യ സെൻ ബാഡ്മിൻ്റൺ, നവീൻ മാലിക് ഗുസ്തി. അപ്പോൾ 2022 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയവരും അവരുടെ കായിക ഇനങ്ങളും ശരിയായ ജോഡികളാണ് നിഖാത് സരീൻ ബോക്സിംഗ്, ലക്ഷ്യ സെൻ ബാഡ്മിൻ്റൺ, നവീൻ മാലിക് ഗുസ്തി.
അപ്പോൾ നിഖാത് സരീം ബോക്സിംഗ്, ലക്ഷ്യ സെൻ ബാഡ്മിൻ്റൺ, നവീൻ മാലിക് ഗുസ്തി. അടുത്ത ചോദ്യം, കൊടുങ്ങല്ലൂരിൻ്റെ പേരിലുള്ള ഏത് കാർഷിക ഇനത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൊട്ടുവെള്ളരി. കൊടുങ്ങല്ലൂരിൻ്റെ പേരിലുള്ള പൊട്ടുവെള്ളരി എന്ന കാർഷിക ഇനത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്. അപ്പോൾ അടുത്തിടെ കൊടുങ്ങല്ലൂരിൻ്റെ പേരുള്ള പൊട്ടുവെള്ളരി എന്ന കാർഷിക ഇനത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്. അടുത്ത ചോദ്യം, ദുരന്ത നിവാരണം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്നിവയിലൂന്നി നടന്ന സൂര്യകിരൺ 16 ഇന്ത്യയും ഏതു രാജ്യവും സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നേപ്പാൾ. ദുരന്ത നിവാരണം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്നിവയിലൂന്നി നടന്ന സൂര്യകിരൺ 16 ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസമാണ്. അപ്പോൾ ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസമാണ് സൂര്യകിരൺ 16. ദുരന്ത നിവാരണം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്നിവയിലൊന്നിയാണ് സൂര്യകിരൺ 16 നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച ഏത് സാമൂഹിക പ്രവർത്തകയുടെ ആദ്യ കൃതിയാണ് നഷ്ടബോധങ്ങളില്ലാതെ, ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ? ഉത്തരം ഓപ്ഷൻ ബി ആണ് ദേവകി നിലയങ്കോട്. അടുത്തിടെ അന്തരിച്ച ദേവകി നിലയങ്കോട് എന്ന സാമൂഹിക പ്രവർത്തകയുടെ ആദ്യ കൃതിയാണ് നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ. അപ്പോൾ നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ എന്നത് ദേവകി നിലയങ്കോടിൻ്റെ ആദ്യ കൃതിയാണ്. അപ്പോൾ ദേവകി നിലയങ്കോട് ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു. അവരുടെ ആദ്യത്തെ കൃതിയാണ് നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ. അടുത്ത ചോദ്യം, താഴെ നൽകിയ പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടും ശരി. പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2022 കടുവ സെൻസസ് പ്രകാരം മുൻ സെൻസസിനേക്കാൾ ഇന്ത്യയിൽ കടുവകൾ കൂടി. അപ്പോൾ 2022 കടുവ സെൻസസ് പ്രകാരം മുൻ സെൻസസിനേക്കാൾ ഇന്ത്യയിൽ കടുവകൾ കൂടി. 2022 റിപ്പോർട്ട് പ്രകാരം കേരളം ഉൾപ്പെടുന്ന പശ്ചിമ മേഖലയിൽ കടുവകൾ മുൻ സെൻസസിനേക്കാൾ കുറഞ്ഞു. അപ്പോൾ 2022 റിപ്പോർട്ട് പ്രകാരം കേരളം ഉൾപ്പെടുന്ന പശ്ചിമ മേഖലയിൽ കടുവകൾ മുൻ സെൻസസിനേക്കാൾ കുറഞ്ഞു. അപ്പോൾ 2022 കടുവ സെൻസസ് പ്രകാരം മുൻ സെൻസസിനേക്കാൾ ഇന്ത്യയിൽ കടുവകൾ കൂടി. 2022 റിപ്പോർട്ട് പ്രകാരം കേരളം ഉൾപ്പെടുന്ന പശ്ചിമ മേഖലയിൽ കടുവകൾ മുൻ സെൻസസിനേക്കാൾ കുറഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യത്തെ മലയാളിയായ ഇദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറായിരുന്നു. ആരാണ് ഇദ്ദേഹം? ഉത്തരം ഓപ്ഷൻ സി ആണ് എസ് വെങ്കിട്ടരമണൻ. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യത്തെ മലയാളിയായ ഇദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറായിരുന്നു. ഇദ്ദേഹം എസ് വെങ്കിട്ടരമണൻ. അപ്പോൾ എസ് വെങ്കിട്ടരമണനാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യത്തെ മലയാളിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറുമായിരുന്നത്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യത്തെ മലയാളിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറുമായിരുന്ന ആളാണ് എസ് വെങ്കിട്ടരമണൻ. അടുത്ത ചോദ്യം, 2022 ദേശീയ മ്യൂസിയമാക്കാൻ തീരുമാനിക്കപ്പെട്ട പുഷ്പബന്ധ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ത്രിപുര. അപ്പോൾ 2022 ദേശീയ മ്യൂസിയമാക്കാൻ തീരുമാനിക്കപ്പെട്ട പുഷ്പബന്ധ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. അപ്പോൾ ത്രിപുരയിലാണ് 2022 ദേശീയ മ്യൂസിയമാക്കാൻ തീരുമാനിക്കപ്പെട്ട പുഷ്പബന്ധ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്യാര തുരങ്കത്തിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിപ്പോയ 41 തൊഴിലാളികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. ഏത് സംസ്ഥാനത്താണ് ഈ ദുരന്തം നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരാഖണ്ഡ്. നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്യാര തുരങ്കത്തിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിപ്പോയ 41 തൊഴിലാളികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. ഈ ദുരന്തം നടന്നത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്യാര തുരങ്കത്തിൽ മണ്ണിടിഞ്ഞ് 41 തൊഴിലാളികൾ കുടുങ്ങിപ്പോയത്. അവർ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. അടുത്ത ചോദ്യം, 2022 ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ വന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 4. 2022 ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. അപ്പോൾ 2022 ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. അടുത്ത ചോദ്യം, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജയ്ദേവ് ഉനദ്കട്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ജയ്ദേവ്
ഉനദ്കടാണ്. അപ്പോൾ ജയദേവ് ഉനദ്കടാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ഓവറിൽ തന്നെ ഹാർട്രിക് നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന ഖ്യാതി സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, ഏതു മലയാള സാഹിത്യകാരൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കഥാകൃത്തും നോവലിസ്റ്റുമായ സുസ്മേഷ് ചന്ദ്രോത്ത് ഒരുക്കിയ ചലച്ചിത്രമാണ് നളിനകാന്തി? ഉത്തരം ഓപ്ഷൻ എ ആണ് ടി പത്മനാഭൻ. ടി പത്മനാഭൻ എന്ന മലയാള സാഹിത്യകാരൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കഥാകൃത്തും നോവലിസ്റ്റുമായ സുസ്മേഷ് ചന്ദ്രോത്ത് ഒരുക്കിയ ചലച്ചിത്രമാണ് നളിനകാന്തി. അപ്പോൾ നളിനകാന്തി എന്നത് ടി പത്മനാഭൻ്റെ ജീവിതത്തെ അടിസ്ഥാനമായി കഥാകൃത്തും നോവലിസ്റ്റുമായ സുസ്മേഷ് ചന്ദ്രോത്ത് ഒരുക്കിയ ചലച്ചിത്രമാണ്. അപ്പോൾ ടി പത്മനാഭൻ്റെ ജീവിതത്തെ അടിസ്ഥാനമായി കഥാകൃത്തും നോവലിസ്റ്റുമായ സുസ്മേഷ് ചന്ദ്രോത്ത് ഒരുക്കിയ ചലച്ചിത്രത്തിൻ്റെ പേരാണ് നളിനകാന്തി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ ഇക്കണോമി എന്ന കൃതി രചിച്ചത് ഏതു മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് എം കുഞ്ഞാമൻ. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ ഇക്കണോമി എന്ന കൃതി രചിച്ചത് എം കുഞ്ഞാമൻ എന്ന മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ എം കുഞ്ഞാമൻ എന്ന മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ ഇക്കണോമി എന്ന കൃതി രചിച്ചത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു.